പ്രിയപ്പെട്ട അധ്യാപക വിദ്യാർത്ഥികളെ, സെമസ്റ്റർ 2 സാമൂഹ്യശാസ്ത്രം പഠനവും ബോധനവും. നമുക്കറിയാം, 2ാം സെമസ്റ്ററിലും 4ാം സെമസ്റ്ററിലുമായിരിക്കും സാമൂഹ്യശാസ്ത്രം പഠനവും ബോധനവും എന്ന വിഷയം ഉൾപ്പെട്ടിട്ടുണ്ടായിരിക്കുക. ഇതിൽ 1ാം പാർട്ടാണ്. സെക്കൻഡ് സെമസ്റ്ററിൽ 4 യൂണിറ്റുകളാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇതിന്റെ ടോപ്പിക്സിലേക്കാണ് പോകുന്നത്. വീണ്ടും പറയുകയാണ്, ടോപ്പിക്സുകൾ മാത്രം നൽകിയിട്ട് സ്ട്രൈക്ക് ചെയ്യുന്ന രീതിയായിരിക്കും. ഓക്കെ, 1ാമത്തെ യൂണിറ്റ് സാമൂഹ്യശാസ്ത്രം, അർത്ഥം, പ്രസക്തി, വ്യാപ്തി. ഇതിൽ പ്രധാനമായിട്ടും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു ഭാഗമാണ് സാമൂഹ്യശാസ്ത്ര പഠന പ്രക്രിയാശേഷികൾ. ഈ ഒരു ഭാഗം ഇതിൽ 3 മാർക്കിന് ചിലപ്പോൾ 6 പ്രക്രിയാശേഷികൾ എഴുതാനോ അല്ലെങ്കിൽ 1 മാർക്കിന് 1-2 പ്രക്രിയാശേഷികൾ എഴുതാനോ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നിരന്തരം കാണാറുണ്ട്. ഈ ഒരു ഭാഗം നോട്ട് ചെയ്ത് വെക്കുക. ഇതാണ് പ്രധാനമായിട്ടും 1ാമത്തെ യൂണിറ്റിൽ പഠിക്കാനുള്ളത്. അത്രത്തോളം ചെറിയൊരു യൂണിറ്റും കൂടിയാണ് 1ാമത്തെ യൂണിറ്റ്. അതുപോലെ 2ാമത്തെ യൂണിറ്റ് ബോധന തന്ത്രങ്ങളും വിനിമയ സമീപനവും. ഇതിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് സാമൂഹ്യശാസ്ത്ര വിനിമയ സമീപനം. ഇവിടെ പറയുന്നുണ്ട് അന്വേഷണാത്മകം, പഠിതാവ് കേന്ദ്രീകൃതം തുടങ്ങിയ കാര്യങ്ങൾ. ഈ കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കും. അതേപോലെ പഠനതന്ത്രങ്ങൾ. നേരത്തെ ശാസ്ത്രം, സയൻസ് എടുത്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് പഠനതന്ത്രങ്ങളെ കുറിച്ച്. അതുപോലെ തന്നെ പ്രൊജക്ട്, സെമിനാർ, മറ്റു രചനകള്, ചർച്ചാരൂപങ്ങൾ, ഇത്തരത്തിലുള്ള തന്ത്രങ്ങളെ കുറിച്ചും ഇവിടെ പറയുന്നുണ്ട്. ഈ ഭാഗം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇവിടെയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. അതേപോലെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ് സാമൂഹ്യശാസ്ത്ര പഠനവും ടീച്ചർ. അതിലൊരു അധ്യാപകൻ ഉണ്ടായിരിക്കേണ്ട, ഒരു സാമൂഹ്യശാസ്ത്ര അധ്യാപകൻ ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഈ ഒരു പേജിലും അടുത്ത പേജിലും ഇതുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ കാണാം. അപ്പോൾ ഇത്തരം ചോദ്യങ്ങളൊക്കെ കാണാറുണ്ട്. അത് മറ്റു വിഷയങ്ങളാണെങ്കിലും അതത് വിഷയങ്ങളുടെ അധ്യാപകൻ ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസും കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ സാമൂഹ്യശാസ്ത്ര അധ്യാപകൻ ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് അല്ലെങ്കിൽ ഗുണവശങ്ങൾ എന്തൊക്കെയാന്നുള്ള ചോദ്യങ്ങൾ കാണാറുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് 2ാമത്തെ യൂണിറ്റിൽ പ്രധാനമായും പഠിക്കാനുള്ളത്. ഇനി 3ാമത്തെ യൂണിറ്റ് സാമൂഹ്യശാസ്ത്ര ഉള്ളടക്ക വിശകലനം. ഈ യൂണിറ്റിന്റെ പേരിൽ തന്നെ ഉണ്ട് ആ ഒരു യൂണിറ്റിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന കാര്യം. നമുക്കറിയാം, സാമൂഹ്യശാസ്ത്രങ്ങളെ 5 മേഖലകളായി തന്നെ ഈ ഒരു യൂണിറ്റ് മാറ്റിയിട്ടുണ്ട്, തരംതിരിച്ചിട്ടുണ്ട്. ചരിത്രം, ഭൂമിശാസ്ത്രം, സാമ്പത്തിക ശാസ്ത്രം, രാഷ്ട്രതന്ത്രം, അതേപോലെ സാമൂഹ്യശാസ്ത്രം. ഇങ്ങനെ 5 മേഖലകളായിട്ട് തന്നെ ഈ ഒരു യൂണിറ്റിൽ ഉപവിഷയങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം സാമൂഹ്യശാസ്ത്ര ഉള്ളടക്ക വിശകലനം എന്ന യൂണിറ്റ് പ്രധാനമായിട്ടും UP ക്ലാസ്സുകളിലെ 5, 6, 7 സാമൂഹ്യശാസ്ത്ര പാഠപുസ്തകങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പാഠമായിരിക്കും. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം നമ്മുടെ ഈ യൂണിറ്റിലൂടെ ഒന്ന് കടന്നു പോയിട്ടുണ്ടാവും. അതിൽ നിന്നായിരിക്കും ചോദ്യങ്ങൾ വരിക. ഇതിന്റെ കൂടുതൽ ആഴങ്ങളിലേക്കുള്ള ഈ ഒരു യൂണിറ്റിൽ നിന്നായിരിക്കും കൂടുതൽ ചോദ്യങ്ങൾ വരിക എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം അത്രത്തോളം പാഠപുസ്തകങ്ങളുടെ കണ്ടന്റുകൾ ജസ്റ്റ് ഒന്ന് മാത്രം പോയിട്ടേ ഉണ്ടാവുള്ളൂ. പക്ഷെ തീർത്തും ഇതിന്റെ ആഴത്തിലുള്ള പഠനത്തിന് നിങ്ങൾക്ക് വേണമെങ്കിൽ UP പാഠപുസ്തകങ്ങളെ, UP ടെക്സ്റ്റ് പുസ്തകങ്ങളെ, SS-ന്റെ ടെക്സ്റ്റ് പുസ്തകങ്ങളെ ആശ്രയിക്കാവുന്നതാണ്. അതേപോലെ ഇവിടെ 1ാമത് പറയുന്നത് ചരിത്രം. ചരിത്രത്തിലെ പ്രധാനമായിട്ടും ഇവിടെ ചോദിക്കുന്ന ചോദ്യങ്ങൾ ആർക്കിയോളജി എന്ന ബോക്സ് കണ്ട് ഇതിൽ നിന്ന് ഒരുപാട് തവണ വൺ വേർഡുകളുടെ ചോദ്യങ്ങൾ വരാറുണ്ട്. എന്താണ് ആർക്കിയോളജി? അതേപോലെ ന്യൂമിസ്മാറ്റിക്സ്, എപ്പിഗ്രാഫി, ഇത്തരം കാലം പാലിയന്റോളജി, ഇവയൊക്കെ എന്താണ് എന്നുള്ള ചോദ്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. ഈ ഒരു ഭാഗം വൺ വേർഡുകളുടെ ഭാഗമായിട്ട് വരാറുണ്ട്. ഓക്കെ, അതേപോലെ നദീതട സംസ്കാരങ്ങള്, അതേപോലെ രാജവാഴ്ച, ഗണസംഘം, ഇവയുടെ വ്യത്യാസങ്ങൾ. അതേപോലെ മറ്റൊരു കാര്യം ഇവിടെ ഉണ്ട്, രാജവംശവും പ്രധാന ഭരണാധികാരികള്, അതേപോലെ കേരള നവോത്ഥാനം. ഇങ്ങനെ ഒരുപാട് ആഴത്തിലുള്ള ഒരു ഭാഗമായിരിക്കും ചരിത്രത്തെ കുറിച്ച് പറയുന്നത്. സാമൂഹ്യശാസ്ത്രത്തിലെ ചരിത്ര മേഖലയെ കുറിച്ച് പറയുന്നത്. ഇതിന്റെ കൂടുതൽ ആഴത്തിലേക്കുള്ള പഠനത്തിന് വേണ്ടി നിങ്ങൾക്ക് UP ക്ലാസ്സിലെ പാഠപുസ്തകങ്ങളിലേക്ക് കടന്നു ചെന്നാൽ ഇതിന്റെ കൂടുതൽ ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ കേരള നവോത്ഥാനം, അതേപോലെ ഇവിടെ നേരത്തെ പറഞ്ഞു രാജവംശങ്ങളെ കുറിച്ച് ചോദിക്കാറുണ്ട്, ചിലപ്പോൾ വൺവേർഡുകളായിട്ട് ചോദിക്കാറുണ്ട്. അതേപോലെ വ്യത്യാസങ്ങൾ രാജവാഴ്ചയും ഗണസംഘവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, ഹരിത സംസ്കാരങ്ങളെ കുറിച്ച് ചോദിക്കാറുണ്ട്. അതേപോലെ നേരത്തെ പറഞ്ഞു കേരള നവോത്ഥാനം, സാമൂഹ്യ പരിഷ്കർത്താക്കളെ ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, വൈകുണ്ഠ സ്വാമികൾ തുടങ്ങിയ പോലത്തെ പരിഷ്കർത്താക്കളെ കുറിച്ച് ചോദിക്കാറുണ്ട്. ഇത്തരത്തിലൊക്കെ അത് ഇവരെ കുറിച്ചൊക്കെ ആഴത്തിൽ പഠിക്കണമെങ്കിലും അറിയണമെങ്കിൽ പാഠപുസ്തകങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. ഈ ചോദ്യങ്ങളൊക്കെ ഇതിൽ നിന്ന് ചരിത്രത്തിൽ നിന്ന് 1, 2, 3, 5 മാർക്കിനുള്ള ചോദ്യങ്ങൾക്ക് കാണാറുണ്ട്. അതായത് 1, 2 ചോദ്യങ്ങൾ കാണാം. അത് 3 മാർക്കിനോ 5 മാർക്കിനൊക്കെയുള്ള ചോദ്യങ്ങളായിട്ട് ESA പരീക്ഷയിൽ കാണാറുണ്ട്. കൂടുതൽ വ്യാപ്തിക്ക് വേണ്ടി നിങ്ങൾക്ക് ടെക്സ്റ്റ് പുസ്തകം പരിശോധിക്കാവുന്നതാണ്. അതുപോലെ ഇനി ഭൂമിശാസ്ത്രം, 2ാമത്തെ മേഖലയെ ഭൂമിശാസ്ത്രം. ഇതും മറ്റൊരു വ്യാപ്തിയായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇവിടെ ഇന്ത്യ, ഭൂപ്രകൃതി, ഇതിൽ നിന്നൊക്കെ വൺവേർഡുകളായിട്ടുള്ള ചോദ്യം വരാറുണ്ട്. അതേപോലെ മണ്ണിനങ്ങള്, കാലാവസ്ഥയും കൃഷിയും, ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ വൺവേർഡുകളും മറ്റു ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ഭാഗമൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അതേപോലെ ഭൂമിയുടെ അന്തരീക്ഷ ഘടന ഒരുപാട് തവണ ചോദിക്കാറുണ്ട്. അന്തരീക്ഷ പാളികളെ കുറിച്ചൊക്കെ ചോദിക്കാറുണ്ട്. ഈ ഒരു ഭാഗം, ഈ ഒരു പട്ടികയൊക്കെ നോക്കി വെക്കുക. അതേപോലെ അന്തരീക്ഷം ചൂടുപിടിക്കുന്ന വിവിധ രീതികൾ, 5 രീതികളിലൂടെ പറയുന്നുണ്ട്. സോളാർ റേഡിയേഷൻ, കണ്ടക്ഷൻ, കൺവെൻഷൻ, അഡ്വെക്ഷൻ, ടെറസ്ട്രിയൽ റേഡിയേഷൻ. ഇത്തരം കാര്യങ്ങളൊക്കെ ഒരുപാട് തവണ വൺവേർഡുകളായിട്ടും അതേപോലെ 3 മാർക്കിനൊക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. ഈ ഭൂമിശാസ്ത്രത്തിൽ നേരത്തെ പറഞ്ഞ പോലെ അന്തരീക്ഷ പാളികളെ കുറിച്ച്, അന്തരീക്ഷം ചൂടുപിടിക്കുന്ന വിവിധ രീതികളെ കുറിച്ച്, അതേപോലെ കൃഷി കാലങ്ങൾ,
മണ്ണിനങ്ങൾ, ഇവയൊക്കെ ചോദ്യങ്ങളായിട്ട് വരാറുണ്ട്. ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ മൂന്നാമത്തെ മേഖലയാണ് സാമ്പത്തിക ശാസ്ത്രം. ഇവിടെ പ്രധാനമായിട്ട് നോക്കി വെക്കേണ്ടത് മുൻവേടുകളായിട്ടൊക്കെ പല തവണയും ചോദിക്കാറുണ്ട് ഈ ഒരു ഭാഗം. ഭൂമിയുടെ പ്രതിഫലനം, അധ്വാനത്തിൻ്റെത് കൂലിയാണ്, മൂലധനത്തിന് പലിശയാണ്, സംഘാടനത്തിന് ലാഭമാണ്. ഈ ചോദ്യങ്ങളൊക്കെ കേട്ടിട്ട് പരീക്ഷകളിലും കാണാറുണ്ട്. അതുകൊണ്ട് ഈ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. പിന്നെ അതേപോലെ നാലാമത്തെ മേഖലയാണ് രാഷ്ട്രതന്ത്രം, ഭരണഘടന. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. എത്ര ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു, തുടക്ക സമയത്ത് ഭാഗങ്ങൾ എത്ര ഉണ്ടായിരുന്നു, പട്ടികകളുടെ എണ്ണം, തുടക്ക സമയത്ത് കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അതേപോലെ ദ്വിതല സംവിധാനങ്ങൾ പലതവണ പല സമയങ്ങളിലായിട്ടൊക്കെ ഒരു ചോദ്യം കാണാറുണ്ട്. എന്താണ് പഞ്ചായത്തി രാജ് സിസ്റ്റം? അങ്ങനെയായിരിക്കും ചോദ്യങ്ങൾ വരിക. അങ്ങനെയായിരിക്കും പഞ്ചായത്തി രാജ് സിസ്റ്റം എങ്ങനെയായിരിക്കും, ഗ്രാമസഭ മുതൽ അതേപോലെ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, നമുക്ക് അറിയുന്ന ബേസിക് കാര്യങ്ങൾ തന്നെ ആയിരിക്കും അറിഞ്ഞിരിക്കുന്നത് എന്നായിരിക്കും. അതേപോലെ മറ്റൊരു അവസാനത്തെ മേഖലയായിട്ട് കണ്ടിരിക്കുന്നത് സാമൂഹ്യശാസ്ത്രം. സാമൂഹ്യശാസ്ത്രത്തിൽ കുടുംബത്തെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു ഭാഗമുണ്ട്, അൺഫിൽഡ് ആയിട്ടുള്ള ഒരു ബോക്സ് കാണാൻ പറ്റും. അണുകുടുംബ കൂട്ടുകുടുംബം. സ്വാഭാവികം നമ്മുടെ യുക്തി വെച്ചിട്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ വെച്ചിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ഭാഗം തന്നെയാണ്. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതേപോലെ അവസാനത്തെ പാഠം സാമൂഹ്യശാസ്ത്രവും സാങ്കേതിക വിദ്യയും. വളരെ ചെറിയൊരു പാഠഭാഗമാണ്. ഇവിടെയും ശ്രദ്ധിക്കേണ്ട 1-2 ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടെ ICTയുടെ പ്രാധാന്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. സാമൂഹ്യശാസ്ത്രത്തിലെ ICTയുടെ പ്രാധാന്യം, പാഠത്തിന്റെ പേര് തന്നെ അത് തന്നെയാണ്, സാങ്കേതിക വിദ്യ. ICTയുടെ പ്രാധാന്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. കൈറ്റ് എന്താണെന്ന് പറയപ്പെടുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും അവിടെ പറയുന്നുണ്ട്. കൈറ്റ്, ICTയുടെ സാധ്യതകൾ, ICTയുടെ പ്രാധാന്യം, ഈ ഒരു ചെറിയ ഖണ്ഡികയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ ലഭ്യമായ വെബ്സൈറ്റുകൾ, ബ്ലോഗുകൾ, ഇതെല്ലാം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതേപോലെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് പ്രയുക്ത സോഫ്റ്റ്വെയറുകൾ. നിരന്തരം പൊതുപരീക്ഷ, നമുക്കറിയാം സാമൂഹ്യശാസ്ത്രത്തിന്റെ പൊതുപരീക്ഷ നടക്കുന്നത് 4ാമത്തെ സെമസ്റ്ററിലായിരിക്കും. 4ാമത്തെ സെമസ്റ്ററിൽ പൊതുപരീക്ഷ നടക്കുമ്പോൾ 4ാമത്തെ സെമസ്റ്ററിലെ കണ്ടന്റുകൾ മാത്രം ആയിരിക്കില്ല, അത്രത്തോളം തന്നെ 2ാമത്തെ സെമസ്റ്ററിൽ നിന്നുള്ള ഈ ഒരു പാഠഭാഗത്തു നിന്നും ഈ ഒരു പാഠപുസ്തകത്തിൽ നിന്നും ചോദ്യങ്ങൾ വരും. അവിടെയൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് പ്രയുക്ത സോഫ്റ്റ്വെയറുകൾ എന്ത്, അവ ഏതൊക്കെ എന്നുള്ള കാര്യം. ഒരുപാട് തവണ ഈ മാർബിള്, അതേപോലെ സ്റ്റെലേറിയം, പ്രയുക്ത സോഫ്റ്റ്വെയറുകൾ എന്തിന് എന്നുള്ള ചോദ്യം അത്രത്തോളം തവണ ചോദിച്ചു. ആ ഒരു ഇമ്പോർട്ടൻസോട് കൂടി തന്നെയാണ് നിങ്ങൾ ഈ ഒരു ഭാഗത്തേക്ക് പരിഗണിക്കേണ്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സാമൂഹ്യശാസ്ത്രം സെക്കൻഡ് സെമസ്റ്ററിൽ നിങ്ങൾ പ്രധാനമായിട്ടും പഠിച്ചിരിക്കേണ്ട ഭാഗം. പിന്നെ നേരത്തെ പറഞ്ഞു 3ാമത്തെ യൂണിറ്റിൽ അത്യാവശ്യം പാഠപുസ്തകത്തിന്റെ SCERT കണ്ടന്റുകളായിരിക്കും. അപ്പൊ അതിന് നിങ്ങൾക്ക് തീർത്തും സ്കൂൾ പാഠപുസ്തകങ്ങളെ ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ്. ഈ കാര്യങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ, താങ്ക് യു.